പോസിറ്റീവായിട്ടിരിക്കാൻ ഞാൻ ചെയ്യുന്ന 1-2 ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ കാണുന്നവരോടും നമ്മളോട് ഇടപെടുന്നവരോടും നമ്മളെടുത്ത് പല ആവശ്യത്തിനും വരുന്നവരോടും അവരോടൊക്കെ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് അങ്ങോട്ട് ഇടപെടുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഒരാളെ കാണുമ്പോൾ തന്നെ ചിലരുണ്ടല്ലോ, എന്താണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയല്ലേ, വല്ലാണ്ട് തീ അങ്ങോട്ട് കറുത്തുപോയി, പിന്നെ അതുമാത്രമല്ല പിന്നെ പ്രായം കൂടിപ്പോയോ അല്ലേ, ചുരിദാറിന് എനിക്ക് ചേരുന്നില്ല. ഇത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. അത്തരം വാക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലും ആ വാക്കുകളുടെ ബ്ലാക്ക് അല്ലെങ്കിൽ ആ വാക്കുകളുടെ നെഗറ്റീവ് വശങ്ങൾ നമ്മളിൽ കൂടിയുണ്ട്. അതുകൊണ്ട് ആ ഒരു വശം നമ്മളിൽ നിന്ന് ഒഴിവാക്കുക. ഏതൊരാളെ കാണുമ്പോൾ നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ട് അങ്ങോട്ടേക്ക് ഇടപെടുക. അതായത് വളരെയധികം സന്തോഷമായിട്ട് അവരോട് ഇടപെടുക. അവരുടെ പോസിറ്റീവ് കാര്യം, നല്ല സന്തോഷത്തിലാണല്ലോ നിങ്ങൾ, പിന്നെ ഭയങ്കരമായിട്ട് സുന്ദരിയായിരിക്കുന്നല്ലേ, ഈ ചുരിദാർ നന്നായിട്ട് നിനക്ക് ചേരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഒരാളെ ഭയങ്കരമായിട്ട് സന്തോഷമാക്കാൻ. അപ്പോൾ അവർക്ക് അവരുടെ ബോഡിയിലോട്ടൊരു പോസിറ്റീവ് എനർജി പെട്ടെന്ന് തന്നെ അവർക്ക് പകർന്നു കിട്ടി. അല്ലാതെ ദുഷിപ്പും കുന്നായ്മയും നുണയും ഒന്നും നമ്മൾ സംസാരിക്കാതിരിക്കുക. ഒരാളെ കാണുമ്പോൾ അവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാൽ ആ പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മളുടെ ബോഡിയിലുള്ളത്, നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് പോലെ നമുക്കും പോസിറ്റീവ് എനർജി തന്നെയാണ്. നമ്മളുടെ ബോഡി മൊത്തം പോസിറ്റീവ് എനർജിയിലാണ് നമ്മൾക്കുള്ളത്. അപ്പം നമ്മൾ ഒരാളോടും ദുഷിപ്പ് പറയാതെ സന്തോഷമായിട്ട് തന്നെ നമ്മൾ ആരെ കണ്ടാലും ഇടപെടുക. അങ്ങനെയാകുമ്പം നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് തന്നെ നമ്മൾ എത്തും. അതായത് ഒരു സ്ഥലത്തും നമ്മൾ പുറകോട്ട് പോകില്ല, ഒരു സ്ഥലത്തും നമ്മൾ പുറകിൽ നിൽക്കേണ്ട ആവശ്യങ്ങളും നമ്മൾക്ക് വരുന്നില്ല. ഏത് സമയത്തും നമുക്ക് സന്തോഷമായിട്ട് എവിടെയും കടന്നു ചെന്ന് നമ്മൾ അവരോട് ഓളം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഓളം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഒരു മൂലയ്ക്ക് പമ്മിയിരിക്കാതെ അവിടെ കയറി ചെന്ന് അവരോട് ഏത് സദസ്സിനാണോ നമ്മൾ പോകുന്നത് ആ സദസ്സിനനുസരിച്ചുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് നമ്മൾ ഇടപെടേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരു കല്യാണ വീട്ടിലാണെങ്കിൽ ആ രീതിയിൽ ഇടപെടുക, മരണ വീട്ടിലാണെങ്കിൽ അതുപോലെ ഇടപെടുക, പിന്നെ ലക്ഷറി ആയിട്ട് ഫംഗ്ഷൻ നടക്കുന്നിടത്താണ് അതുപോലെ ഇടപെടുക. അവിടെയൊക്കെ നമ്മുടേതായ ഒരു ഓളങ്ങൾ സൃഷ്ടിക്കുക. നമ്മളുടെ സംസാര ഭാഷ വളരെയധികം മനോഹരമായിരിക്കണം. എല്ലാവരെയും കണ്ട് അവരോട് കുശലങ്ങളൊക്കെ പറഞ്ഞ് പോസിറ്റീവ് എനർജി ഇങ്ങനെ വിതച്ചു പോകുമ്പം എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. അടുത്ത ഫംഗ്ഷന് ഓരോരുത്തരും നമ്മളെ വിളിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും. അങ്ങനെ പോസിറ്റീവ് എനർജി നമ്മൾ പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിലും പോസിറ്റീവ് എനർജി കിട്ടും. നമ്മളും എന്നും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും.